അതും ഇതിൻ്റെ ഭാഗമാണ്. ടി പി കേസിൽ പിന്നെ എന്തുകൊണ്ടാണ് ടി പി കേസിലെ പിന്നെ എന്താണ് ആളുകൾക്ക് വേണ്ടി നിൽക്കുന്നത് അറിയോ? അല്ലെങ്കിൽ കുഞ്ഞനന്തനെ പോലെ ഒന്നുകിൽ അവർ മരണം വരിക്കേണ്ടി വരും, അതല്ലെങ്കിൽ അവർക്ക് ആനുകൂല്യങ്ങൾ സർക്കാർ കൊടുക്കേണ്ടി വരും. ഒരു പോലീസ് ഓഫീസറെ നടപടിയെടുക്കാൻ മാത്രമുള്ള പിന്നെ ഒരു ഇത്ര വലിയ വിഷയത്തിൽ CPM അതും ഇത്ര ഒരു സുതാര്യമായ പിന്നെ മീഡിയ കാലത്ത് ഇങ്ങനൊരു ശ്രമം നടത്തുമോ? നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. കാരണം TP വധക്കേസിലെ ഷാഫി അടക്കമുള്ള പ്രതികൾ സർക്കാരിനെ ഭീഷണിപ്പെടുത്തിയാണ്. നിങ്ങൾ ഇതുമായിട്ട് പോയാൽ അപകടമുണ്ടെന്ന്, അല്ലെങ്കിൽ ഞങ്ങൾ പറയേണ്ട കാര്യങ്ങൾ പറയും. ഇതുപോലൊരു വാക്ക് കുഞ്ഞനന്തനിടക്ക് വ്യംഗ്യന്തരേണ പറഞ്ഞിരുന്നു. അത് കുഞ്ഞനന്തൻ്റെ ഭക്ഷ്യവിഷബാധയിലും മരണത്തിലുമാണ് കലാശിച്ചത്. ഞാനത് ഉന്നയിച്ച ഒരു കാര്യമാണ്. ഇപ്പം വരാൻ പോകുന്ന കേസുകൾ അത് മാത്രമല്ല. ഞാൻ അന്ന് കുഞ്ഞനന്തൻ്റെ വിഷയം മാത്രമല്ല പറഞ്ഞത്. ഞാൻ എൻ്റെ ഒരു എതിരാളിയായിട്ട് അല്ല, സ്വാഭാവികമായിട്ടൊരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു എന്ന ഒറ്റ ആനുകൂല്യത്തിനാണ് പ്രകാശ് മാഷെ അന്ന് വിട്ടിരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു കൊലപാതകങ്ങളുടെ സീരീസുകൾ കുഞ്ഞനന്തനിലോ TP വധക്കേസിലോ അല്ലെങ്കിൽ ഫസൽ വധക്കേസിലോ മാത്രമല്ല, അഴീക്കോട്ടിലെ പിന്നെ പ്രകാശ് മാഷ് അദ്ദേഹം മീഡിയയിൽ നിങ്ങൾ വിളിക്കാറെന്തിനാണെന്ന് വെച്ചാൽ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് സംസാരിക്കാൻ, ജെൻഡർ ന്യൂട്രാലിറ്റിയെക്കുറിച്ച് സംസാരിക്കാൻ. അദ്ദേഹത്തിൻ്റെ മകൾ ഒരു ജാതിയിൽ തൊട്ട് താഴെ ജാതിയിൽപ്പെട്ട ഒരാളെ പ്രേമിച്ചതിന് അവനെ കള്ളുടിച്ചിട്ട് കൊല്ലാനാക്കി. പിന്നെ അവസാനം അവന് കള്ളു കൊടുത്തവനെ കൊല്ലാൻ വേറെ കൊട്ടേഷൻ കൊടുത്തു. മകള് ആത്മഹത്യ ചെയ്തു. എത്ര കൊലപാതകങ്ങൾ പിന്നെ പ്രകാശ് മാഷ വീടുമായിട്ട് ചുറ്റിപ്പറ്റി നടന്നിട്ടുണ്ട്, എത്ര കൊലപാതകങ്ങൾ. അതൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു കാലമാണ് ഇപ്പോൾ. മനു ഒരു ചെറിയ വിഷയമല്ല പറയണത്. ആരാ അതിൽ ബാക്കിയുള്ളത്? ഈ കോക്കസിനകത്ത് ആകെ ഞാനടക്കം കഴിഞ്ഞ ഒരു മാസം പോലും ഞാൻ പറഞ്ഞിരുന്നു P ജയരാജനെ പോലെ ചില ആളുകൾ ഒഴിച്ചു എന്ന്. അതും ആ ഒഴിച്ചെന്ന് പറയാൻ ആരും ഇനി ബാക്കിയില്ല. P ജയരാജനും പറയണ മനുവാണ്, ഷാജിയല്ല. മനു ആ പാർട്ടിക്കകത്തെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. അയാൾ വരെ പറയണം ഇനി P ജയരാജനും ബാക്കിയില്ല എന്നുള്ള. അതുകൊണ്ട് ഇത് പിന്നെ പൊട്ടാൻ പോവാണ്. ബംഗാളിൽ പൊട്ടിയ പോലെ, ത്രിപുരയിൽ പൊട്ടിയ പോലെ അവസാനത്തെ പൊട്ടാണ്. ഇടതുപക്ഷം ഒന്നും ഇല്ലാതാവില്ല, പക്ഷേ CPMൻ്റെ ദുരന്തവും മരണവും അനിവാര്യമാണ്. അദ്ദേഹം പിന്നെ ആട്ടിൻതോൽ അഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, വേറെ വിശേഷമൊന്നുമില്ല. ഇതുവരെ ഉണ്ടായിരുന്നത് ആട്ടിൻതോലാണ്. മീഡിയക്കകത്തിരുന്ന ഒരു കടുത്ത CPM ഭക്തനും പിന്നെ CPM പ്രവർത്തകനായിട്ടുള്ളൊരു മീഡിയ പ്രവർത്തനത്തിൻ്റെ ഒരു ആട്ടിൻതോൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് മാത്രമാണ്, അത് അഴിച്ചു വെച്ചു, അത്രയേ ഉള്ളൂ. അദ്ദേഹത്തിന് വരേണ്ട സമയമാണ്. അദ്ദേഹത്തിനെ സ്വീകരിക്കാനാണ് മനു കണ്ണൂരിൽ ഇറങ്ങിയത്. കണ്ണൂരിലേക്കാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശം. മനുവാണ് സ്വീകരിക്കുന്നത്. ഇതിലൊന്നും കാര്യമില്ല. മുസ്ലിം ലീഗ് ഒരു പൊതുവിഷയം എന്നുള്ള നിലക്ക് ഏറ്റെടുത്തിരിക്കുന്നു. ഇപ്പോൾ ആ സമരത്തിൽ ഭാഗികമായ വിജയം MSFൻ്റെ പോരാട്ടങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നു. പക്ഷേ ഇതിവിടെ അവസാനിക്കേണ്ടതല്ല. ഇനി നാളെ UDF അധികാരത്തിൽ വന്നാലും ഗൗരവത്തോടെ ചെയ്യേണ്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഞങ്ങൾക്കടക്കമുള്ള തിരുത്തലുകളും പോരാട്ടങ്ങളും ഇതിനകത്ത് നടത്തേണ്ടതുണ്ട്. ഇതങ്ങനെ ഏകപക്ഷീയമായിട്ട് അവസാനിപ്പിക്കാവുന്നില്ല. തീർച്ചയായിട്ടും ഒരു സീറ്റുകളുടെ മാത്രമല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അപര്യാപ്തത ഉണ്ട്. ഇപ്പോൾ ഈ +1ൻ്റെ ഒരു പ്രശ്നം മറ്റ് ഡിഗ്രി പോലെ അല്ല. എന്താണ് ഇത്ര ക്രൂഷ്യലായിട്ട് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ SSLC കഴിയുന്ന കുട്ടികൾക്ക് എവിടെ പോയി പഠിക്കാൻ പറ്റും? അതേസമയത്ത് +2 കഴിഞ്ഞ കുട്ടികൾക്ക് കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ പോയി പുറത്തും പോകാം. പക്ഷേ സ്റ്റേറ്റിന് ഇന്ത്യയിൽ തന്നെ മറ്റ് സ്റ്റേറ്റുകളിൽ പോകാൻ പറ്റും. പക്ഷേ SSLC കഴിഞ്ഞ കുട്ടികൾക്ക് എവിടെയും പോകാൻ കഴിയില്ല. അവരുടെ ഭാവി തീർന്നു പോകും. ആ ഭയാശങ്കയിൽ നിന്നാണ് ഈ സമരത്തെ ഇത്ര രൂക്ഷമായിട്ട് MSFൻ്റെ ആളുകൾ ഏറ്റെടുക്കാനുണ്ടായിരുന്നത്.